മലയാളി സമാജം പ്രവർത്തകരായിട്ടുള്ള ആളുകളാണ് കുട്ടിയെ കണ്ടെത്തിയത്. കുട്ടിയെ കിട്ടിയ വിവരം ഉടൻ തന്നെ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു. വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തി. കുട്ടിയെ കണ്ടെത്തിയത് വിശാഖപട്ടണം മലയാളി സമാജം പ്രവർത്തകരാണ്. ട്രെയിനിലെ ബർത്തിൽ കുട്ടി കിടക്കുകയായിരുന്നു. ആ കണ്ടെത്തിയ ആളുകൾ കുട്ടിക്കൊപ്പം നിന്നെടുത്ത സെൽഫിയൊക്കെയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉമേഷ്, കുട്ടി സുരക്ഷിതയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഞാൻ നേരത്തെ ചോദിച്ചത്, അതായത് അന്വേഷണ സംഘം തന്നെ ഒരു സംശയമുണ്ടായിരുന്നു അവർക്ക്, കുട്ടി അസാമിലേക്ക് പോകുമോ എന്നുള്ളത്. അത് തന്നെയായിരുന്നു അല്ലേ, അസാമിലേക്കുള്ള ട്രെയിനിൽ തന്നെയായിരുന്നു കുട്ടി. അപ്പോൾ നാട്ടിലേക്ക് പോകാനുള്ള തീരുമാനിച്ചുറപ്പിച്ച് ആ ട്രെയിനിൽ തന്നെ ആണ് കുട്ടി ഉണ്ടായിരുന്നത്, അങ്ങനെ മനസ്സിലാക്കാം അല്ലേ? തീർച്ചയായും. ഒരുപക്ഷെ കുട്ടി മറ്റുള്ളവരോടും ചോദിച്ചിട്ടുണ്ടാകും, അസാമിലേക്ക് പോകാൻ ഉള്ള ട്രെയിനുകളെക്കുറിച്ച് പെൺകുട്ടി ചോദിച്ചിട്ടുണ്ടാകും. കാരണം പെൺകുട്ടിയുടെ കയ്യിൽ മറ്റ് മൊബൈലുകളോ മറ്റ് സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല. നമ്മൾക്കുണ്ടായിരുന്ന CCTV ദൃശ്യങ്ങളിലൊന്നും പെൺകുട്ടി ആ രീതിയിൽ പുറത്തിറങ്ങി മറ്റ് എൻക്വയറി സംവിധാനങ്ങൾക്കൊപ്പം പോകുന്ന കാര്യവും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ആ സാഹചര്യങ്ങളിൽ ആരോടെങ്കിലും ചോദിച്ച് എങ്ങനെയാണ് അസാമിലേക്ക്, ഏത് ട്രെയിനിൽ പോകണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ ചോദിച്ചിട്ടുണ്ടാകാം. ആ സമയത്തൊന്നും ഈ വാർത്ത, ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ഏകദേശം ചെന്നൈയിലേക്ക് ഇന്ന് പുലർച്ചെയാണ് എത്തുന്നത്. അപ്പോഴൊക്കെ മാത്രമാണ് നമ്മൾ ഈ വാർത്ത ഒരുപക്ഷെ കേരള സമൂഹം തന്നെ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കമുണർന്ന് നമ്മൾ ഈ പെൺകുട്ടിക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയിരുന്നു. എങ്കിലും ഈ പറഞ്ഞതുപോലെ ഈ ഒരുപക്ഷെ ഈ പരാതി പറയാൻ വൈകിയതനുസരിച്ച് ഓരോ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പെൺകുട്ടി നീങ്ങിക്കൊണ്ടേയിരുന്നു. എന്തായാലും എവിടെ പോയാലും മലയാളികൾ ഉണ്ടാകുമെന്നുള്ള ആ ഒരു തമാശ രൂപേണ പറയുന്ന കാര്യമാണെങ്കിൽ പോലും അത് ഒരുപക്ഷെ മലയാളികൾ കൈകോർത്താൽ നടക്കാത്ത ഒന്നുമില്ല എന്ന് അഭിമാനത്തോടെ പറയാം ഇപ്പോൾ. കാരണം വിശാഖപട്ടണത്ത് നിന്ന് നമ്മൾ ആ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു. അത് മലയാളി അസോസിയേഷൻ്റെ ഭാഗമായ ആളുകൾ തന്നെയാണ് പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്. ആ ഒരു ഇടപെടൽ, കാരണം പെൺകുട്ടി ബർത്തിൽ കമഴ്ന്ന് കിടക്കുകയായിരുന്നു. അത് നമ്മൾ രാവിലെ മുതൽ ഈ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. വലിയ ശ്രമങ്ങൾ, അതായത് ഒരു നിമിഷം പോലും സ്ക്രീനിൽ നിന്ന് ആ ഫോട്ടോ മാറ്റാതെ ഓരോ വ്യക്തിയുടെ അടുത്തേക്കും ഓരോ മനുഷ്യന്മാരുടെ അടുത്തേക്കും ഈ ഫോട്ടോ മനസ്സിൽ പതിയുന്ന രീതിയിൽ നമ്മൾ ഫോട്ടോ പ്രചരിപ്പിച്ചിരുന്നു. ആ രീതിയിൽ ഓരോ മനുഷ്യനും കാണാവുന്ന രീതിയിൽ. പക്ഷേ ഒരുപക്ഷെ അതെല്ലാം തിരിച്ചറിഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ വളരെ തുച്ഛമായ തുക മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഒരുപക്ഷെ ഭക്ഷണം പോലും കഴിക്കാതെ തളർന്നു കിടന്നതാകാനാണ് സാധ്യത. അത്തരത്തിൽ ഓരോ ഘട്ടത്തിലെത്തുമ്പോഴും വെള്ളം മാത്രം എടുക്കുന്ന കാഴ്ചകൾ മാത്രമാണ് കണ്ടിരുന്നത്. എന്തായാലും അത്രത്തോളം ബുദ്ധിമുട്ടി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ, ഒരുപക്ഷെ കേരളത്തിലെ സാഹചര്യങ്ങളും കുടുംബത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളും ഒന്നും സഹിക്കാൻ കഴിയാത്ത ഒരു കൗമാരക്കാരിയുടെ ഒരു അല്പബുദ്ധിയിൽ തോന്നിയ ഒരു തീരുമാനം, ആ തീരുമാനത്തിൽ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ആ പെൺകുട്ടി തീരുമാനിച്ച് ഒരുപക്ഷെ എങ്ങനെയാണ് ട്രെയിനിൽ ഇങ്ങോട്ട് കേരളത്തിലേക്ക് എത്തുന്ന അതേ ഓർമ്മയിൽ ട്രെയിനിലേക്ക് പോകുന്നു. അതിനുവേണ്ടി ആദ്യം കിഴക്കേ തമ്പാനൂരിലേക്ക് ബസ് കയറുന്നു. ബസ് കയറി തമ്പാനൂരിൽ നിന്ന് ആദ്യം കണ്ട, അതായത് പ്ലാറ്റ്ഫോമിൽ ആദ്യം കണ്ട ട്രെയിനിലേക്ക് കയറുന്നു. അത് ഉദ്ദേശിച്ച സ്ഥലത്തേക്കല്ല പോകുന്നത്. ഒരുപക്ഷെ കാര്യങ്ങൾ കുറച്ചുകൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ടാകണം. ഇനി ഏത് ട്രെയിനിലേക്ക് പോകണം എന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷെ ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി മറ്റുള്ളവരോട് ചോദിച്ചിട്ടുണ്ടാകണം. എങ്കിലും നമ്മൾ അത്ഭുതപ്പെടേണ്ടത് കുട്ടി ഇത്രയും ദൂരം സഞ്ചരിച്ചു എന്നുള്ളതിലാണ്. കാരണം ഇത്രയും ദൂരം സഞ്ചരിക്കുമ്പോഴും റെയിൽവേയുടെ എല്ലാം നമ്മൾ ഇത്രയും ട്രെയിനുകൾ കയറി ഇത്രയും ദൂരം സഞ്ചരിക്കുമ്പോഴെല്ലാം ഒരു പരിശോധന പോലും റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലേ എന്നുള്ള സംശയമെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ ആശ്വസിച്ച, അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ച, ഓരോ മലയാളികളും കേൾക്കാൻ ആഗ്രഹിച്ച ആ വാർത്ത ഇപ്പോൾ എത്തിയിരിക്കുന്നു. കുട്ടി സുരക്ഷിതയാണ് എന്നുള്ളതാണ്. സുരക്ഷിത കരങ്ങളിലേക്കാണ് എത്തിയിരിക്കുന്നത്. അത് തന്നെയാണ് ഫോട്ടോയിൽ കാണുമ്പോൾ പോലും കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായാണ് ആ കുട്ടി നിൽക്കുന്നത്. കുട്ടിയെ കണ്ടെത്തിയ മലയാളി സമാജം പ്രവർത്തകർ കുട്ടിക്കൊപ്പമുള്ള ഫോട്ടോയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ കുട്ടി അവശയാണെന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അതായത് കുട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെള്ളം നിറയ്ക്കാനൊക്കെ ഇറങ്ങുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. CCTV ദൃശ്യങ്ങളിൽ അത് വ്യക്തമായിരുന്നു. പക്ഷേ ഇത്രയും മണിക്കൂറുകളായി കുട്ടി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, കുട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. കുട്ടി അവശയായി ഈ ട്രെയിനിൻ്റെ ബർത്തിൽ കിടക്കുകയായിരുന്നു എന്നാണ് വിവരം ലഭിക്കുന്നത്. അപ്പോൾ കുട്ടി അവശയാണ് അല്ലേ ഉമേഷ്?
തീർച്ചയായും കുട്ടി അവശ്യമാണ് എന്ന് തന്നെയാണ് അത്. കാരണം നമുക്കറിയാം ഇന്നലെ രാവിലെ തിരിച്ചതാണ്. ഒരുപക്ഷെ ഒരു കൗമാരക്കാരിയുടെ ആ ഒരു നിമിഷത്തെ ചിന്തയിൽ ഉരുത്തിരിഞ്ഞ ഒരു തീരുമാനം, ആ തീരുമാനത്തിൽ കയ്യിൽ കിട്ടിയത്. കാരണം വീട്ടിലുണ്ടായിരുന്നത് അന്ന് 50 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ആ അമ്മ പറയുന്നുണ്ടായിരുന്നു. രാവിലെ തന്നെ നമ്മൾ ചോദിക്കുമ്പോഴും 50 രൂപയേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ട്രെയിനിൽ കയറിയ ബബിത അടക്കമുള്ളവർ കണ്ടത് കയ്യിൽ ചുരുട്ടി പിടിച്ച ഒരു 20 രൂപയുടെ നോട്ടുകളായിരുന്നു. ഒരുപക്ഷെ 20 രൂപയിൽ ഒരുപക്ഷെ കുറച്ച് തുക ബസ്സിന് കൊടുത്തിട്ടുണ്ടാകും, ബാക്കി തുക കയ്യിൽ ചുരുട്ടി പിടിച്ച നിലയിലായിരുന്നു. ഒപ്പം കയ്യിൽ ഒരു ബസ്സിന് ടിക്കറ്റും ഉണ്ടായിരുന്നു. ട്രെയിനിലേക്ക് ടിക്കറ്റ് എടുത്തിരുന്നില്ല. അത്തരത്തിൽ ട്രെയിനിൽ വളരെ തുച്ഛമായ തുക കൊണ്ട് സ്വന്തം നാട്ടിലേക്ക് എത്താനുള്ള ഒരു തീരുമാനം, ഒരു നിമിഷത്തെ തീരുമാനം, ആ തീരുമാനം എടുത്ത് യാത്ര ചെയ്ത ഒരു പെൺകുട്ടി. നമ്മളെപ്പോഴും ഒരുപക്ഷെ ഏത് നിമിഷവും ഒറ്റയ്ക്ക് ഒരു 13 വയസ്സുകാരിയുടെ യാത്രയിൽ അപകടം മുന്നിൽ കാണണം. ആ അപകടത്തിലൊന്നും പെടരുതേ എന്നാണ് ഓരോ മലയാളികളും ആഗ്രഹിച്ചിരുന്നത്, പ്രാർത്ഥിച്ചിരുന്നത്. എന്തായാലും ആ ആഗ്രഹം അത് സഫലമായിരിക്കുന്നു. ഒരു അപകടത്തിലും പെടാതെ, ഒരു രീതിയിലുമുള്ള അപകടങ്ങളിൽ പെടാതെ പെൺകുട്ടി സുരക്ഷിതമായി തന്നെ മലയാളികളുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരം. ഇനി തുടർ നടപടികൾ അത് വളരെ വേഗത്തിൽ ഇനി തീർപ്പാക്കാവുന്നതേ ഉള്ളൂ. കാരണം സ്വാഭാവികമായി ഇനി RPF ഉണ്ട്, റെയിൽവേയുടെ എല്ലാ സുരക്ഷാ ചുമതലകളും വഹിക്കുന്ന RPF ഉണ്ട്. അത് അവർക്ക് കേരള പോലീസിലേക്ക് കൈമാറാം. ഈ മലയാളി അസോസിയേഷൻ തന്നെ മുൻകൈ എടുത്ത് വേണമെങ്കിൽ അവർക്ക് സുരക്ഷിതമായി തന്നെ എത്തിക്കാം. പക്ഷേ നിലവിൽ കേസുകൾ ഇത്രത്തോളം പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ കേരള പോലീസിൻ്റെ ഒരു ടീം, കാരണം നേരത്തെ തന്നെ നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരുമായെല്ലാം സംസാരിക്കുമ്പോൾ ഒരു ടീം സജ്ജമായി നിർത്തിയിരുന്നു. കാരണം ഏത് സ്ഥലത്തേക്കും ഫ്ലൈറ്റിൽ പോകണമെങ്കിൽ അവിടെ ഫ്ലൈറ്റിലെത്തി കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ടീമിനെ സജ്ജമാക്കി നിർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി തുടർ നടപടി വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്ന് കരുതാം. അക്കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട്. കാരണം കേരള പോലീസിൻ്റെ അടുത്ത നടപടി എന്തായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. ഒരുപക്ഷെ ഫ്ലൈറ്റിൽ തന്നെ ഒരു സംഘത്തെ അയച്ച് കുട്ടിയെ ഫ്ലൈറ്റിൽ തന്നെ തിരിച്ച് നാട്ടിലെത്തിച്ച് ഏറ്റവും സുരക്ഷിതമായി എത്രയും പെട്ടെന്ന് മാതാപിതാക്കളുടെ കൈകളിൽ കൈമാറാൻ ഉള്ള നടപടിക്രമങ്ങൾ ഒരുപക്ഷെ പോലീസ് ആരംഭിക്കും. അക്കാര്യങ്ങളിലേക്കാണ് ഇനി വരേണ്ടത്. എന്തായാലും ഏറ്റവും ആശ്വാസകരമായ വാർത്ത, ഏറ്റവും സന്തോഷം നൽകുന്ന വാർത്ത, കുട്ടി സുരക്ഷിതമായ കരങ്ങളിലേക്ക് കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു. കുട്ടിയെ സുരക്ഷിതമായ കരങ്ങളിൽ തന്നെയാണ് ഉള്ളത്. ഓരോ മലയാളികൾക്കും ആശ്വസിക്കാവുന്ന രീതിയിൽ കുട്ടി സുരക്ഷിതമായ കരങ്ങളിൽ എത്തിയിരിക്കുന്നു. ഇനി നാട്ടിലേക്ക് എത്രയും വേഗം മാതാപിതാക്കളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ള നടപടിയാണ് അടുത്തുടൻ ആരംഭിക്കേണ്ടത്. റോഷ്നി, കുട്ടിയെ കണ്ടെത്തിയ സമയത്തെ ഏറ്റവും ഒടുവിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലയാളി സമാജം പ്രവർത്തകർ കുട്ടിയെ കണ്ടെത്തിയ സമയത്ത് പകർത്തിയ വീഡിയോയാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതിൽ കുട്ടിക്കൊപ്പം ഈ പ്രവർത്തകരുമുണ്ട്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ആണ് കുട്ടിയുള്ളത്. കുട്ടി അവശയായിരിക്കും. കാരണം ഇത്രയും മണിക്കൂറുകൾ യാത്ര ചെയ്ത കുട്ടിയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു എന്ന വിവരം തന്നെയാണ്, ഏറ്റവും ആശ്വാസകരമായ സന്തോഷമുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത്. ഇനി എന്തായാലും കുട്ടിയെ എത്രയും വേഗം മാതാപിതാക്കളുടെ അടുത്തേക്ക് എത്തിക്കുക എന്ന കാര്യത്തിനായിരിക്കും പ്രഥമ പരിഗണന ഉണ്ടായിരിക്കുക. അതിന് അന്വേഷണ സംഘം ശ്രമിക്കും. നിലവിൽ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. തുടർ നടപടികളിലേക്കെല്ലാം അവർ കടക്കും. ഉമേഷ്, ഈ കുട്ടിക്ക് അസമീസ് ഭാഷ മാത്രമേ അറിയുകയുള്ളല്ലോ. അപ്പോൾ ഈ കുട്ടിയുമായി ഇവർ സംസാരിച്ചോ, കുട്ടി അവരോട് എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞോ, അത്തരം കാര്യങ്ങൾ നമുക്ക് അറിയാമോ? അത്തരം കാര്യങ്ങൾ നമുക്ക് ഈ കണ്ടെത്തിയ മലയാളി അസോസിയേഷൻ പ്രവർത്തകരും ആളുകളുമായി നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും കുട്ടിയുടെ മാതാപിതാക്കളോട് നമ്മൾ സംസാരിച്ചപ്പോൾ നേരിയ രീതിയിൽ ഇംഗ്ലീഷെല്ലാം വായിക്കാൻ അറിയാം, ഹിന്ദി പറഞ്ഞാൽ മനസ്സിലാവും, ചെറിയ രീതിയിൽ ഹിന്ദി തിരിച്ചു പറയും. എന്തായാലും പേര് ചോദിച്ചപ്പോൾ മനസ്സിലായി. അതുകൊണ്ടാണ് ആദ്യം പറയാൻ മടിച്ചെങ്കിലും സ്വന്തം പേര് പറയാൻ തയ്യാറായത്. എന്തായാലും ഈ ഒരു വളരെ ദൂരം, അതായത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വളരെ ദൂരം സഞ്ചരിച്ചിരിക്കുന്നു ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട്. ഏകദേശം ചെന്നൈയിൽ നിന്ന് ട്രെയിനിൽ കയറി ഏകദേശം 1000ഓളം കിലോമീറ്റർ, അതായത് 800 കിലോമീറ്ററിന് മുകളിലാണ് വിശാഖപട്ടണം താമ്പരത്ത് നിന്ന് ദൂരമെന്ന് തന്നെ പറയുന്നത്. അത്രയും ദൂരം ട്രെയിനിൽ സഞ്ചരിച്ചിരിക്കുന്നു. ട്രെയിനിൽ സഞ്ചരിച്ച് വിശാഖപട്ടണത്ത് നിന്ന് കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു. എന്തായാലും അത് തന്നെയാണ് ഏറ്റവും സുരക്ഷിതയായി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകം. എന്തായാലും ഇനി കുട്ടിയെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കുക. എന്തായാലും അതിന്
അതിന് പോലീസ് നടപടികൾ ഏറ്റവും സുരക്ഷിതമായി മാതാപിതാക്കളുടെ കൈകളിൽ എത്തിക്കുക, അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ്. എന്തായാലും നമുക്ക് ഒരുപക്ഷെ മലയാളി അസോസിയേഷൻ പ്രവർത്തകരുമായെല്ലാം ബന്ധപ്പെടാനുള്ള സമയമാണ്. ഒരുപക്ഷെ PCR നിന്നെല്ലാം മലയാളി അസോസിയേഷനുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ള ഒരു കോണ്ടാക്ട് കിട്ടുമായിരിക്കും. നമ്മൾ അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. എന്തായാലും എങ്ങനെയാണ് നമ്മൾ പ്രാഥമികമായി അറിയുന്നത്, ട്രെയിനിൽ കമിഴ്ന്ന് കിടക്കുന്ന നിലയിലായിരുന്നു പെൺകുട്ടി. അതിനുശേഷം ഒരു സംശയം തോന്നി. മലയാളി അസോസിയേഷൻ പ്രവർത്തകരുടെ ഭാഗമായുള്ള മലയാളികൾ തന്നെയാണ് ആദ്യം ഈ ഒരു ഫോട്ടോ വെച്ച് ഒരു സംശയം തോന്നി പെൺകുട്ടിയോട് സംസാരിക്കുന്നത്. ആദ്യമൊന്നും സംസാരിക്കാനോ മറുപടി പറയാനോ തയ്യാറായിരുന്നില്ല. അതിനുശേഷമാണ് പേര് പറയുന്നത്. പേര് പറഞ്ഞപ്പോൾ തന്നെ കുട്ടിയെ ആശ്വസിപ്പിച്ച് കുട്ടിയെ ചേർത്ത് നിർത്തി അവർ ഇക്കാര്യം അറിയിക്കുകയാണ്. അറിയിക്കേണ്ടവരെ ഏറ്റവും അടുത്ത ആളുകളെ തന്നെ അവർ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ അറിയിക്കുകയാണുണ്ടായത്.